സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷകർക്ക് ആശ്വാസമായി റൈഫിൾ ഷൂട്ടർമാരെത്തി. ഒപ്പം വേട്ടനായ്ക്കളും. അവർ നാട്ടുകാർക്കൊപ്പം കാടിളക്കി മുന്നേറിയപ്പോൾ ഒട്ടേറെ കാട്ടുപന്നികളെ പിടികൂടാനായി. മലപ്പുറത്തെ റൈഫിൾ ക്ലബിലെ 14 അംഗങ്ങൾ 8 വേട്ടനായ്ക്കളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. മലപ്പുറം റൈഫിൾ ക്ലബ്ബ് ആംസ് ലൈസൻസ് ഓണേഴ്സിനോട് നിരന്തരം ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഒരു 10-14 ലൈസൻസുകൾ ഷൂട്ടർമാർ വരികയും നമ്മൾ ഈ പ്രദേശം ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുകയും ഒരു വിധം നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രദേശങ്ങൾ ഇവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇനിയും ഇതിന് തയ്യാറാകുന്ന. പന്നിശല്യം കേരളത്തിലൊട്ടാകെ എല്ലാ പ്രദേശങ്ങളും ഈ നഗര ഗ്രാമ വ്യത്യാസമല്ലാതെ വളരെ രൂക്ഷമാണ്. അതിപ്പോൾ ഹൈവേകളിലാകട്ടെ ഗ്രാമപ്രദേശങ്ങളാണ് എല്ലായിടത്തും പന്നി ഇടിച്ചിട്ട് മനുഷ്യരുടെ ജീവന അപകടത്തിൽപ്പെടുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ തന്നെ ഈ നിർദ്ദേശങ്ങൾ തരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങളാണ് ഗവൺമെൻറ് വരുത്തുന്നത്. അതൊക്കെ ഒന്ന് ലിബറലൈസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മളെവിടെ വന്നിട്ടും ഇത് കള്ളിങ്ങിന് തയ്യാറാണ്. പന്നിശല്യം കൂടിയതോടെ വെടിവെക്കാനുള്ള അനുമതി നഗരസഭ നേരത്തെ നൽകിയിരുന്നു. പന്നിശല്യം മൂലം പലരും കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേന, കപ്പ, വാഴ, ഇടവിളകൾ തുടങ്ങിയവ കിളച്ചു മറിച്ച് നശിപ്പിക്കുന്നുമുണ്ട്. വലിയ തോതിൽ കൂട്ടമായെത്തുന്ന പന്നികൾ ഭീഷണിയായിട്ട് വർഷങ്ങളായി. കർഷകർ നിരന്തരം പരാതിപ്പെട്ടിട്ടും പരിഹാരമാകാതെ പ്രയാസത്തിലായിരുന്നു. കൊണ്ടോട്ടി നഗരസഭയിലെ ചിറയിൽ, കോട്ടാശ്ശേരി ഭാഗത്തെ 25, 26, 27, 28 വാർഡുകളുടെ കാടുപിടിച്ച പ്രദേശങ്ങളിലാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത്. കാടിളക്കി പുറത്തേക്ക് ഓടിച്ചുവിടുന്ന പന്നികളെ ഷൂട്ടർമാർ ഉന്നം വെച്ച് വീഴ്ത്തുന്നതായിരുന്നു രീതി. ചിറയിൽ, കോട്ടാശ്ശേരി, കൈതക്കോട് ഈ പ്രദേശത്താണ്. ഇതൊരു പൂർണ്ണമായിട്ടും ഒരു കർഷക പ്രദേശമാണ്. കൃഷിയിൽ ഉപജീവനം നടത്തുന്ന ആളുകളാണുള്ളത്. ഈ പന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഒരാൾക്കും ഒരു കൃഷി നടത്താൻ പറ്റുന്നില്ല. ഈ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് നിരവധി തവണ നഗരസഭയിൽ ഈ കർഷകർ പരാതിപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷൻ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു. ധാരാളം പന്നികൾ ഈ സ്ഥലങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ 5-8-10 ഷൂട്ടർമാരുണ്ട്. അവരെ കൂടെ അതിനനുസരിച്ചിട്ടുള്ള ഈ വേട്ടനായ്ക്കൾ 10-12 വേട്ടനായ്ക്കളുണ്ട്. ഈ നാട്ടിലെ കർഷകർ മുഴുവനുണ്ട്. ഈ നാട്ടിലെ ഈ പന്നി ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു വലിയ കൂട്ടായ്മയാണ് നടക്കുന്നത്. തികച്ചും സൗജന്യമായാണ് ഷൂട്ടർമാരുടെ സേവനം. നഗരസഭയുടെ വിവിധയിടങ്ങളിൽ പന്നി ആക്രമണത്തിൽ പരിക്കേറ്റവരുമുണ്ട്. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും പന്നിവേട്ട തുടർന്നേക്കും. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.